ഒരു സിമ്പിൾ കാർബുറേറ്റർ എന്ന് പറയുമ്പോൾ എ കാർബുറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് മിക്സസ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ വിത്ത് എയർ ടു ഫോം എ കമ്പസ്റ്റിബിൾ മിക്സ്ചർ ഫോർ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ്. ഓക്കെ, ഇപ്പോൾ ഏത് തരം വാഹനങ്ങളിലാണ്, ഏത് തരം എഞ്ചിനുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനുകളിൽ, അതായത് പെട്രോൾ എഞ്ചിനുകളിലാണ് ഇത്തരം കാർബുറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? മിക്സസ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ വിത്ത് എയർ ടു ഫോം എ കമ്പസ്റ്റിബിൾ മിക്സ്ചർ, അല്ലേ? കമ്പഷൻ ആവശ്യമായിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. എ സിമ്പിൾ കാർബുറേറ്റർ ഈസ് ദ ബേസിക് ടൈപ്പ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്. നമുക്കറിയാം, സിമ്പിൾ കാർബുറേറ്റർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഒരു കാർബുറേറ്ററിൻ്റെ പ്രവർത്തന തത്വം മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ കാർബുറേറ്ററിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയാൽ മതി. ഈ കാർബുറേറ്ററുകൾ ഏതെല്ലാം തരമുണ്ട്? SU കാർബുറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സോളക്സ് കാർബുറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കാർട്ടർ കാർബുറേറ്റർ ഉണ്ട്. ഇങ്ങനെയുള്ള കാർബുറേറ്ററുകളെ കുറിച്ചൊന്നും പഠിക്കാൻ സിലബസിൽ പറയുന്നില്ല. നമുക്ക് സിമ്പിൾ കാർബുറേറ്റർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാർബുറേറ്ററിൻ്റെയും അടിസ്ഥാന പ്രവർത്തന തത്വം എന്ന് പറയുന്നത് സിമ്പിൾ കാർബുറേറ്ററിൻ്റെ പ്രവർത്തനവുമായി വളരെയധികം സാമ്യമുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ കാർബുറേറ്റർ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാർബുറേറ്ററിൻ്റെയും പ്രവർത്തനം മനസ്സിലാക്കാൻ അതുവഴി സാധിക്കും. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ തന്നെ സിമ്പിൾ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് മിക്സ്ചർ ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. നമുക്കറിയാം, ഹൈ ലോഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ ലോ ലോഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ ഹൈ സ്പീഡ് കണ്ടീഷൻ, അതുപോലെ തന്നെ ലോ സ്പീഡ് കണ്ടീഷൻ, ഇങ്ങനെയൊക്കെ പല പല കണ്ടീഷൻസിൽ കൃത്യമായ രീതിയിൽ സഫിഷ്യൻറ്റ് മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു കാർബുറേറ്ററിനെ കൊണ്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ് പറയാനുള്ളത്? അടുത്തത് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലോട്ട് ചേംബർ, ഫ്ലോട്ട് ആൻഡ് നീഡിൽ വാൽവ്. ഇത് ഫ്ലോട്ട് ചേംബറിനകത്ത് വരുന്നതാണ് ഈ ഫ്ലോട്ടും അതുപോലെ തന്നെ നീഡിൽ വാൽവ്. നമുക്കറിയാം, ഫ്ലോട്ട് ചേംബറിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. സോ ഒരളവിൽ കൂടുതൽ ഫ്യൂവൽ ഇതിനകത്ത് നിറഞ്ഞ് ഇതിന് ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫ്ലോട്ട് ചേംബറിനകത്ത് ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിന് മുകളിൽ നീഡിൽ വാൽവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഈ വഴി വരുന്ന ഫ്യൂവലിനെ ഈ നീഡിൽ വാൽവ് അല്ലെങ്കിൽ ഈ ഫ്ലോട്ട് മുകളിലേക്ക് നീങ്ങിക്കൊണ്ട് ഇതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സ് നിലവിൽ അവിടെ ഫ്ലോട്ട് ചേംബറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ലെവൽ ഫ്യൂവൽ, കൃത്യമായ ലെവലിൽ ഫ്യൂവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ഫ്ലോട്ട് ചേംബർ. അതുപോലെ തന്നെ ഫ്ലോട്ടും അതിൽ ഉൾക്കൊള്ളുന്ന നീഡിൽ വാൽവ് അസംബ്ലിയും. വെഞ്ചുറി ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാഗം, എയർ ഹോണിൽ വെഞ്ചുറി ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാഗം നിലവിൽ വരുന്നുണ്ട്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതൊരു നാരോ ത്രോട്ടാണ്, അല്ലേ? ഒരു നാരോ ത്രോട്ടാണ്. എയർ പാസസ് അറ്റ് ഹൈ വെലോസിറ്റി ആൻഡ് ക്രിയേറ്റ് എ വാക്വം. അതിലൂടെ എയർ ഹൈ വെലോസിറ്റിയിൽ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഡ്രോപ്പ് അവിടെ ഉണ്ടാവുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെഞ്ചുറി ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാഗം നിലവിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ ജെറ്റ് ഓർ നോസിൽ ഇതിനാണ് പ്ലേസ്ഡ് അറ്റ് ദ വെഞ്ചുറി ത്രോട്ട്. വെഞ്ചുറി ത്രോട്ടിലേക്കായിട്ട് നമ്മളൊരു ഫ്യൂവൽ ജെറ്റ് അല്ലെങ്കിൽ ഒരു നോസിൽ എന്ന് പറയുന്ന ഒരു ഭാഗം സെൻറ്ററിലേക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത് മിക്സ്ചറിൻ്റെ സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എഞ്ചിനിലേക്കുള്ള മിക്സ്ചറിൻ്റെ സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ. മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? എയർ പ്ലസ് ഫ്യൂവൽ. എയറും ഫ്യൂവലും മിക്സ്ചർ, ഇതിൻ്റെ മിക്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാൽവാണ് ചോക്ക് വാൽവ് എന്ന് പറയുന്നത് എൻറിച്ച് ദ മിക്സ്ചർ ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ കോൾഡ് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ ചോക്ക് വാൽവ് ഓണാക്കുക എന്ന് പറയുമ്പോൾ ആ ചോക്ക് വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറിൻ്റെ സപ്ലൈയെ അവിടെ കട്ട് ചെയ്യപ്പെടുന്നു. ഫ്യൂവൽ കൂടുതലായിട്ട് സപ്ലൈ നടക്കുകയും അതുവഴി എൻറിച്ച് ആയിട്ടുള്ള ഫ്യൂവലിൻ്റെ എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാവുകയും അത് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ വളരെ സഹായകപ്രദമാവുകയും ചെയ്യുന്നു. സോ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന്. ഇതിൻ്റെ വർക്കിംഗ്: ഫ്യൂവൽ എൻറ്റേഴ്സ് ദ ഫ്ലോട്ട് ചേംബർ. ഫ്ലോട്ട് ചേംബറിലേക്ക് എത്തുന്നു. ഫ്ലോട്ട് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് ഫ്യൂവൽ ലെവൽ ബൈ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ദ നീഡിൽ വാൽവ്. ഫ്ലോട്ട് എന്ത് ചെയ്യുന്നു? ഈ നീഡിൽ വാൽവ് വഴി ആ ഒരു ഫ്ലോട്ട് ചേംബറിനെ ക്ലോസ് ചെയ്യുകയും അതിലേക്ക് വീഴുന്ന ഫ്യൂവലിൻ്റെ അളവിനെ അല്ലെങ്കിൽ അതിലുള്ള ഫ്യൂവലിനെ കോൺസ്റ്റൻറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു.
വെൻ എയർ പാസസ് ത്രൂ ദ വെഞ്ചുറി, എയർ വെഞ്ചുറിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും പ്രഷർ ഡിക്രീസ് ചെയ്യുകയും സംഭവിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നിലവിൽ നടക്കുന്നുണ്ട്. അതിന് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. വെലോസിറ്റി വർദ്ധിക്കുകയും എയറിൻ്റെ വെലോസിറ്റി വർദ്ധിക്കുകയും അതുവഴി അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ സാധിക്കും. ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ്, അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കാരണം ഫ്യൂൽ ഈസ് സക്ക്ഡ് ഫ്രം ദ ജെറ്റ്. ഫ്യൂൽ എന്ത് ചെയ്യുന്നു? ജെറ്റ് ഫ്യൂവലിനെ സക്ക് ചെയ്യപ്പെടുന്നു. അത് എയർ നല്ല വെലോസിറ്റിയിൽ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ആറ്റോമൈസേഷൻ നിലവിൽ നടക്കുന്നു. ആറ്റോമൈസ്ഡ് ആവുന്ന രീതിയിൽ എയർ സ്ട്രീമിലേക്ക് ആ ഒരു ഫ്യൂവല് സപ്ലൈ ആവുകയും ആ ഒരു എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനിലേക്ക് സപ്ലൈ ആവുകയും ചെയ്യുന്നു. ദ എയർ ഫ്യൂൽ മിക്സ്ചർ പാസസ് ത്രൂ ദ ത്രോട്ടിൽ വാൽവ്. എയർ ഫ്യൂൽ മിക്സ്ചർ പാസസ് ത്രൂ ദ ത്രോട്ടിൽ വാൽവ് എൻറ്റേഴ്സ് ദ എൻജിൻ സിലിണ്ടർ. ത്രോട്ടിൽ വാൽവിൻ്റെ ഭാഗത്തൂടെ പോകുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ എൻജിൻ സിലിണ്ടറിലേക്ക് എൻറ്റർ ആകുന്നു. ദ മിക്സ്ചർ സ്ട്രെങ്ത് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ത്രോട്ടിൽ വാൽവ് ആൻഡ് ചോക്ക് വാൽവ്. മിക്സ്ചർ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? ത്രോട്ടിൽ വാൽവ് ഉപയോഗിച്ചും ചോക്ക് വാൽവ് ഉപയോഗിച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കുക. സിമ്പിൾ കാർബറേറ്ററിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീസൽ ഫ്യൂൽ ഫീഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നവംബർ 2022 പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ ഫിഗർ ജർക്ക് പമ്പ് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, അല്ലെങ്കിൽ അതിനെ ഇൻലൈൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് സ്യൂട്ടബിൾ ഫിഗർ വരച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ളൊരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഫിഗർ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ജർക്ക് ടൈപ്പ് ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ പമ്പിൽ വരുന്ന ഒരു തരമാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ വരുന്ന ഒരു തരമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ്. അതും ഒരിക്കൽ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. സോ ഇവിടെ ഒരു ജർക്ക് ടൈപ്പ് ഫ്യൂൽ പമ്പിൻ്റെ ചിത്രം കാണാം. ഈ ചിത്രം വളരെ വൃത്തിയിൽ തന്നെ വരച്ചാലേ ഇതിൻ്റെ മാർക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിൽ എന്തെല്ലാം ഭാഗങ്ങളാണുള്ളത്? ഇതിൽ നമുക്കൊരു പ്ലഞ്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. ഈ പ്ലഞ്ചറിൽ ഒരു ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒരു കൺട്രോൾ സ്ലീവ് എന്ന് പറയുന്ന ഒരു ഭാഗം പുറകിൽ വരുന്നുണ്ട്. അതിലൊരു റാക്ക് വരുന്നു. സോ ആ റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ, ടു ആൻഡ് ഫ്രോ മോഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ഈ കൺട്രോൾ സ്ലീവിനെ തിരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിനിയൻ വഴി നമുക്ക് ഈ ഒരു പ്ലഞ്ചർ പോർഷനെ തിരിക്കാൻ കഴിയുകയും അതുവഴി നമുക്ക് ഈ പ്ലഞ്ചറിനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ട്. അതിലൂടെ ഫ്യൂൽ അകത്തേക്ക് കയറുന്നു. സ്പിൽ പോർട്ടിലൂടെ ഫ്യൂൽ പുറത്തേക്ക് പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ ഫ്യൂൽ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്ത് ഫ്യൂലിന് ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ആകാനും സാധിക്കും. ഇഞ്ചക്ടറിലേക്കാണ് സപ്ലൈ ആവുന്നത്. താഴെ നമുക്കൊരു ക്യാമ് കാണാം. ഈ ക്യാമ് ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ പ്രത്യേകമായിട്ട് തന്നെ ഒരു ക്യാം ഷാഫ്റ്റ്, നിലവിൽ ചെറിയൊരു ക്യാം ഷാഫ്റ്റ് വരും. അത് നമ്മളുടെ എൻജിൻ ക്യാം ഷാഫ്റ്റിൻ്റെ അതേ സ്പീഡിൽ തന്നെയാണ് കറങ്ങുക. അവിടെ നിന്നുമാണ് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും തന്നെയാണ് അതിനുള്ള ആവശ്യമായിട്ടുള്ള റൊട്ടേഷൻ നിലവിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവ് എടുക്കുന്നത്. അതുപോലെ ഇവിടെ താഴെ ഒരു ലോക്ക് പിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു സ്പ്രിങ് നിലവിൽ കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ജർക്ക് ടൈപ്പ് ഫ്യൂൽ പമ്പിന് നിലവിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദ ജർക്ക് പമ്പ് അല്ലെങ്കിൽ ഇൻലൈൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഇൻ ഡീസൽ എഞ്ചിൻ. ഇതൊരു ഹൈ പ്രഷർ ഫ്യൂൽ പമ്പാണ്. ഡീസൽ എഞ്ചിനിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു തരം പമ്പാണ്. അതുപോലെ തന്നെ ഇറ്റ് ഡെലിവേഴ്സ് അക്യുറേറ്റ്ലി മീറ്റേഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂൽ അറ്റ് വെരി ഹൈ പ്രഷർ ടു ഈച്ച് സിലിണ്ടർ അറ്റ് ദ കറക്റ്റ് ടൈമിംഗ്. ഇതൊരു സിലിണ്ടറിലേക്ക് മാത്രമുള്ളൊരു കണക്ഷനാണ്. ഇതുപോലെ എത്ര സിലിണ്ടർ ഉണ്ടോ അത്രയും സെറ്റുകൾ ഇതിനകത്ത് വരിയായി തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അക്യുറേറ്റ്ലി മീറ്റേഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിനും ഹൈ പ്രഷറിൽ ഓരോ സിലിണ്ടറുകളിലേക്കും കറക്റ്റ് ടൈമിൽ സപ്ലൈ ചെയ്യുന്നതിനും സഹായിക്കുന്നു. സോ ഈ രണ്ട് പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, എങ്കിലും അത് എങ്ങനെയാണ് നമ്മളത് വിവരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലഞ്ചർ ആൻഡ് ബാരൽ അസംബ്ലി ഫോർ ഈച്ച് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്
അറേഞ്ച്ഡ് ഇൻ എ ലൈൻ. എന്താണ്? ഒരു പ്ലഞ്ചർ അതുപോലെ തന്നെ ഒരു ബാരൽ അസംബ്ലി കൺസിസ്റ്റ് ചെയ്യുന്നു. ഒരു പ്ലഞ്ചറും ഒരു ബാരൽ അസംബ്ലിയും വരുന്നുണ്ട്. അത് ഈച്ച് സിലിണ്ടർ അറേഞ്ച്ഡ് ഇൻ എ ലൈൻ, ഓരോ സിലിണ്ടറിലേക്കുമായിട്ട് ഒരു ലൈനായിട്ട് ഒരു സിലിണ്ടർ പോലെ എന്ത് ചെയ്തിരിക്കുന്നു? ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ദ പ്ലഞ്ചർ ഈസ് ഓപ്പറേറ്റഡ് ബൈ എ ക്യാം ഷാഫ്റ്റ് ത്രൂ എ ടാപ്പറ്റ് ആൻഡ് സ്പ്രിങ്. പ്ലഞ്ചർ എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ ക്യാമുകൾ ഉണ്ടായിരിക്കും, അത് ഉപയോഗിച്ചിട്ട് അതിലെന്തുണ്ട്? ഒരു ടാപ്പറ്റും സ്പ്രിങ്ങും ഒക്കെ അതിന് കൂടുതൽ ഭാഗങ്ങളായിട്ട് അതിൽ വരുന്നുണ്ട്. എ ഡെലിവറി വാൽവ്, ഫ്യൂവൽ ഔട്ടടിക്കുന്ന ഡെലിവറി വാൽവ് ഈസ് ഫിറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് ബാരൽ ടു കൺട്രോൾ ഫ്യൂവൽ ഡെലിവറി. ഫ്യൂവൽ ഡെലിവറി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ബാരലിൻ്റെയും മുകൾ ഭാഗത്ത് ഒരു ഡെലിവറി വാൽവ് നിലവിൽ വരുന്നുണ്ട്. എ ഹെലിക്കൽ ഗ്രൂ ഓൺ ദ പ്ലഞ്ചർ, പ്ലഞ്ചറിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഹെലിക്കൽ ഗ്രൂ വരുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? കൺട്രോൾ ദ എഫക്റ്റീവ് സ്ട്രോക്ക് ആൻഡ് ഹെൻസ് ദ ഫ്യൂവൽ ക്വാണ്ടിറ്റി. എഫക്റ്റീവ് സ്ട്രോക്ക് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാനും ആ ഗ്രൂ സഹായകമാകുന്നുണ്ട്. ദ പ്ലഞ്ചർ ആർ കണക്റ്റഡ് ഓൺ എ കൺട്രോൾ റാക്ക്. പ്ലഞ്ചർ എന്ത് ചെയ്തിരിക്കുന്നു? കൺട്രോൾ റാക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഫോർ സൈമിൾട്ടേനിയസ്ലി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഫ്യൂവൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈമിൾട്ടേനിയസ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്ലഞ്ചർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഒരു കൺട്രോൾ റാക്കുമായിട്ട് കണക്റ്റഡ് ആണ്. അതുവഴി നമുക്ക് ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. സോ നമ്മൾ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കി, ഇനി വർക്കിംഗ് എങ്ങനെയാണ്? സെക്ഷൻ സ്ട്രോക്ക്. സെക്ഷൻ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ആസ് എ ക്യാം മൂവ്സ് ഡൗൺവേർഡ്, ക്യാം താഴേക്ക് മൂവ് ചെയ്യുകയും പ്ലഞ്ചർ മൂവ്സ് ഡൗൺവേർഡ്, അതുകൊണ്ട് തന്നെ പ്ലഞ്ചർ താഴേക്ക് മൂവ് ആവുകയും ചെയ്യും. ദ ഇൻലെറ്റ് പോർട്ട് അൺകവേർഡ്, അതായത് ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും ഫ്യൂവൽ എൻറ്റേഴ്സ് ദ ബാരൽ ഫ്രം ദ ഫ്യൂവൽ ഗാലറി. ഫ്യൂവൽ ഗാലറിയിൽ നിന്നും ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ ബാരലിലേക്ക് എൻ്റർ ആവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് കംപ്രഷൻ സ്ട്രോക്കാണ്. കംപ്രഷൻ സ്ട്രോക്കിൽ ക്യാം മുകളിലേക്ക് നീങ്ങും, ക്യാം മുകളിലേക്ക് നീങ്ങുന്നു. പ്ലഞ്ചർ മൂവ്സ് അപ്വേർഡ്, അതുകൊണ്ട് തന്നെ പ്ലഞ്ചർ മുകളിലേക്ക് നീങ്ങുന്നു. ദ ഇൻലെറ്റ് പോർട്ട് ക്ലോസസ്, ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആവുകയും ആൻഡ് ദ ഫ്യൂവൽ എബോവ് ദ പ്ലഞ്ചർ, പ്ലഞ്ചറിന് മുകളിൽ വരുന്ന ഫ്യൂവൽ കംപ്രസ് ആവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ഡെലിവറി സ്ട്രോക്ക്, അതായത് ഫ്യൂവലിനെ നമ്മൾ ഇഞ്ചക്ടറിലേക്ക് ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞാൽ അടുത്തായിട്ട് നടക്കുന്നത് ഡെലിവറി സ്ട്രോക്കാണ്. വെൻ പ്രഷർ എക്സീഡ്സ് സ്പ്രിംഗ് ടെൻഷൻ, ആ ഡെലിവറിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഫ്യൂവൽ ഔട്ടിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷനെ മറികടന്നുകൊണ്ട് പ്രഷർ എക്സീഡ് ആകുമ്പോൾ, താഴെ വരുന്ന പ്രഷർ എക്സീഡ് ആകുമ്പോൾ ഡെലിവറി വാൽവിൻ്റെ ആ ഭാഗം ദ വാൽവ് ഓപ്പൺ, ഡെലിവറി വാൽവ് ഓപ്പൺ ആവുന്നു. ഫ്യൂവൽ അറ്റ് ഹൈ പ്രഷർ ഈസ് ഡെലിവേർഡ് ടു ദ ഇഞ്ചക്ടർ. ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നു. പ്രൊഡ്യൂസിങ് എ റിക്വയർഡ് ഫ്യൂവൽ സ്പ്രേ, അവിടെ ആവശ്യമായൊരു ഫ്യൂവൽ സ്പ്രേ ഉണ്ടാകുന്നു. ഇനി എൻഡ് ഓഫ് ഡെലിവറി, ഡെലിവറിയുടെ എൻഡ് എങ്ങനെയാണ് നടക്കുന്നത്? ദ പ്ലഞ്ചർ കണ്ടിന്യൂസസ് അപ്വേർഡ് അൺടിൽ ഇറ്റ്സ് ഹെലിക്കൽ ഗ്രൂ കണക്ട് ദ ബാരൽ പോർട്ട് ടു ദ ഫ്യൂവൽ ഗാലറി. ബാരൽ പോർട്ട് അല്ലെങ്കിൽ നമുക്ക് സ്പിൽ പോർട്ട് എന്ന് പറയാം. സ്പിൽ പോർട്ട് അൺകവർ ആവുന്നത് വരെ അല്ലെങ്കിൽ സ്പിൽ പോർട്ട് ഓപ്പൺ ആകുന്നത് വരെ ഈ ഒരു ബാരലിനകത്ത് പ്ലഞ്ചർ മുകളിലേക്ക് നീങ്ങുകയും ആ ഒരു സ്പിൽ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുകയും ദ ഡെലിവറി വാൽവ് ക്ലോസസ്, ഡെലിവറി വാൽവ് അവിടെ ഉള്ളിൽ പ്രഷർ ഡ്രോപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡെലിവറി വാൽവിൻ്റെ സ്പ്രിങ് ഡെലിവറി വാൽവിനെ ക്ലോസ് ചെയ്യുന്നതിന് കാരണമാവും, ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ആവുന്നതിനും കാരണമാവും. സോ ഇത്തരത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ് നിലവിൽ സംഭവിക്കുന്നത്. സോ സെക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ട്, ഡെലിവറി സ്ട്രോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എൻഡ് ഓഫ് ഡെലിവറിയും നിലവിൽ വരുന്നുണ്ട്. ഈ പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ജർക്ക് ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സെൻട്രിഫ്യൂഗൽ ഗവർണർ വിത്ത് എ സ്യൂട്ടബിൾ സ്കെച്ച്. നവംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഒരു ഗവർണറിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ആ ഗവർണറിൻ്റെ പേര് ന്യൂമാറ്റിക് ഗവർണറാണ്. ഇത് സെൻട്രിഫ്യൂഗൽ ഗവർണറാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ ഗവർണർ എന്നുകൂടെ പറയാം. സെൻട്രിഫ്യൂഗൽ ഗവർണർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗവർണർ യാന്ത്രിക ഊർജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഗവർണറാണ് മെക്കാനിക്കൽ ഗവർണർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഗവർണർ. ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഇതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ ഒരു സ്പ്രിങ്ങിൻ്റെ സഹായത്തോടു കൂടി കണക്ട് ചെയ്തിരിക്കുന്നു.
അതുപോലെ തന്നെ ഈ ഭാഗം, ഈ പുറം ഭാഗം എന്ന് പറയുന്ന ഒരു സ്ലീവാണ്. അപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധിക്കും, മേലേക്കും താഴേക്കും നീങ്ങാൻ സാധിക്കും. ആ സ്ലീവിലേക്ക് നമ്മളൊരു ലിവർ കണക്ട് ചെയ്തിരിക്കുന്ന കാണാം. ആ ലിവർ നമ്മളിവിടെ സെൻറ്ററിൽ ഫൾക്രം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കൺട്രോൾ റാക്കിലേക്ക് ഒരു ലിവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കൺട്രോൾ റാക്ക് ഇവിടെ ഉണ്ട്. ഈ കൺട്രോൾ റാക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യനിലെ ഇൻലൈൻ ഇഞ്ചക്ഷൻ പമ്പ് അല്ലെങ്കിൽ ജർക്ക് ടൈപ്പ് ഇഞ്ചക്ഷൻ പമ്പിലെ ആ ഒരു പ്ലഞ്ചറിൻ്റെ റൊട്ടേഷൻ നമുക്ക് ഈ ഒരു കൺട്രോൾ റാക്ക് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവർണർ ഷാഫ്റ്റ് എന്നാണ് ഈ ഒരു സെൻറ്ററിലൂടെ പോകുന്ന ഷാഫ്റ്റ് നമ്മൾ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഡ്രോയിങ്ങിൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എ സെൻട്രിഫ്യൂഗൽ ഗവർണർ ഈസ് യൂസ്ഡ് ഇൻ ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഗവർണറാണ് സെൻട്രിഫ്യൂഗൽ ഗവർണർ ടു റെഗുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂൽ സപ്ലൈഡ് ബൈ ദ ഇഞ്ചക്ഷൻ പമ്പ് ആൻഡ് ദെയർബൈ കൺട്രോളിംഗ് ദ എഞ്ചിൻ സ്പീഡ് അണ്ടർ വാരിയിങ് ലോഡ് കണ്ടീഷൻ. ഇപ്പോൾ എഞ്ചിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് പല പല ലോഡ് കണ്ടീഷൻസിൽ നമുക്ക് എഞ്ചിൻ്റെ സ്പീഡിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അത് ഇഞ്ചക്ഷൻ പമ്പിൽ ആ ഒരു ഫ്യൂവൽ ക്വാണ്ടിറ്റി, അതായത് ഇഞ്ചക്ഷൻ പമ്പ് വഴി എഞ്ചിനിലേക്ക് സപ്ലൈ ആവുന്ന ഫ്യൂവൽ ക്വാണ്ടിറ്റിയെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഗവർണറിനെ പ്രവർത്തിപ്പിക്കുന്നു. അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഗവർണറാണ് ഇത്തരത്തിൽ ഫ്യൂവൽ സപ്ലൈ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിഫറെൻ്റ് ലോഡ് കണ്ടീഷനുകളിൽ എഞ്ചിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 2 flywheel മൗണ്ടഡ് ഓൺ എ സ്പിൻഡിൽ ഡ്രിവൺ ബൈ ദ എഞ്ചിൻ ഷാഫ്റ്റ്. 2 ഫ്ലൈ വെയ്റ്റുകൾ, ഫ്ലൈ വീലല്ല ഫ്ലൈ വെയ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു സ്പിൻഡിലിൻ്റെ ആ ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്നു. എഞ്ചിൻ ഷാഫ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നിലവിൽ വരുന്നുണ്ട്. ദ വെയ്റ്റ്സ് ആർ കണക്റ്റഡ് ടു സ്ലീവ്, അല്ലേ? വെയ്റ്റ്സ് എന്താ ചെയ്തിരിക്കുന്നത്? സ്ലീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ക്യാൻ സ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ദ സ്പിൻഡിൽ. ഈ സ്ലീവിന് എന്ത് ചെയ്യാൻ സാധിക്കും? മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ സാധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. എ സ്പ്രിംഗ് ബാലൻസസ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് ദ വെയ്റ്റ്. ഒരു സ്പ്രിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സ്ലീവ് ഈസ് കണക്റ്റഡ് ടു ദ കൺട്രോൾ റാക്ക്. സ്ലീവിനെ നമുക്ക് മറ്റ് ലിങ്കേജസ് വഴി കൺട്രോൾ റാക്കിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലെ കൺട്രോൾ റാക്കിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ എ ലിവർ സിസ്റ്റം. ഒരു ലിവർ സിസ്റ്റം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ കേസിൽ വെൻ ദ എൻജിൻ സ്പീഡ് ഇൻക്രീസസ്, വെൻ ദ എൻജിൻ സ്പീഡ് ഡിക്രീസസ് അറ്റ് ദ ഡിസൈഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്പീഡ്. ഇങ്ങനെ 3 കണ്ടീഷൻസാണ് നിലവിൽ പറയുന്നത്. എൻജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദ ഫ്ലൈ വെയ്റ്റ്സ് മൂവ്സ് ഔട്ട്വേർഡ്. ഇങ്ങനെ നിൽക്കുന്ന 2 ഫ്ലൈ വെയ്റ്റുകൾ എന്ത് ചെയ്യുന്നു? രണ്ടും മൂവ്സ് ഔട്ട്വേർഡ്, പുറത്തേക്ക് മൂവ് ആവുന്നു. ഡ്യൂ ടു ഇൻക്രീസ്ഡ് സെൻട്രിഫ്യൂഗൽ. അതിൻ്റെ കാരണം എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, അല്ലേ? അഭികേന്ദ്ര ബലം എന്ന് പറയുന്ന ബലം കാരണം 2 ഫ്ലൈ വെയ്റ്റുകളും 2 ഭാഗത്തേക്കായിട്ട് അപ്പോൾ പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. ദ സ്ലീവ് മൂവ്സ് അപ്വേർഡ്. അപ്പോൾ സ്ലീവ് എന്താ സംഭവിക്കുന്നത്? സ്ലീവ് മുകളിലേക്ക് നീങ്ങുന്നു, അപ്വേർഡായിട്ട്. നമുക്കറിയാം സ്ലീവിന് മുകളിലേക്ക് താഴേക്കും നീങ്ങാൻ സാധിക്കും. കംപ്രസിങ് ദ സ്പ്രിങ്. എന്ത് ചെയ്യുന്നു? കംപ്രസിങ് ദ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നു. ത്രൂ ദ ലിവർ ദ ഫ്യൂവൽ റാക്ക് മൂവ്സ് ടു റെഡ്യൂസ് ഫ്യൂവൽ സപ്ലൈ. ഈ ലിവർ ഉപയോഗിച്ച് ഫ്യൂവൽ റാക്ക് മൂവ്സ് ടു റെഡ്യൂസ് ഫ്യൂവൽ സപ്ലൈ. ഫ്യൂവൽ റാക്ക് എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ സപ്ലൈയെ റെഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഡിക്രീസസ് ദ എൻജിൻ സ്പീഡ്. ഫ്യൂവലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻജിൻ്റെ സ്പീഡ് കുറയുന്നു. വെൻ ദ എൻജിൻ സ്പീഡ് ഡിക്രീസസ്, എൻജിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത്, അങ്ങനെ ഒരു അളവിൽ കൂടുതൽ എൻജിൻ്റെ സ്പീഡ് കുറയാൻ പോവുകയാണെങ്കിൽ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റെഡ്യൂസസ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി കുറയുകയും വെയ്റ്റ്സ് മൂവ് ഇൻവേർഡ്. ആ വെയ്റ്റുകൾ ഉള്ളിലേക്ക് നീങ്ങുകയും ചെയ്യും. അത് സ്ലീവ് താഴേക്ക് മൂവ് ആവുന്നതിനും സ്പ്രിംഗ് ഫോഴ്സ് കാരണം സ്ലീവ് താഴേക്ക് മൂവ് ആവുന്നതിന് കാരണമാവുന്നു. അപ്പോൾ എന്താണ്? ദ ലിവർ മൂവ്സ് ദ ഫ്യൂവൽ റാക്ക് ടു ഇൻക്രീസ് ഫ്യൂവൽ സപ്ലൈ. ലിവർ എന്ത് ചെയ്യുന്നു? ആ ഒരു കൺട്രോൾ റാക്കിനെ കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആക്കുകയും ദിസ് റൈസസ് ദ എൻജിൻ സ്പീഡ്. അത് എൻജിൻ സ്പീഡ് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൻജിൻ സ്പീഡ് കൂടുന്ന സമയത്ത് കുറയ്ക്കാനും എന്നാൽ ഒരു അളവിൽ കുറയുന്ന സമയത്ത് കൂട്ടാനും നമുക്ക് ഈ ഒരു മെക്കാനിസം കൊണ്ട് സാധിക്കും. നല്ലൊരു പർട്ടിക്കുലർ ലെവലിന് മുകളിലേക്ക് എൻജിൻ്റെ സ്പീഡ് കയറി പോകാതിരിക്കാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിക്കും. അതായത് ഡിസൈഡ് സ്പീഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്പീഡ്.
അതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് ദ വെയ്റ്റ് ഈസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെയ്റ്റിനുണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സാക്ട്ലി ബാലൻസ് ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്പ്രിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ദ സ്ലീവ് റിമെയിൻസ് ഇൻ എ സ്റ്റേബിൾ പൊസിഷൻ. സ്ലീവ് ഒരു സ്റ്റേബിൾ പൊസിഷനിൽ നിൽക്കുകയും ആൻഡ് ദ എൻജിൻ റൺസ് അറ്റ് എ നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ്. എൻജിൻ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ അറ്റ് ദ ഡിസൈഡ് സ്പീഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഇതാണ് സെൻട്രിഫ്യൂഗൽ ഗവർണർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അത് കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഡ്രൈ സമ്പ് പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡ്രൈ സമ്പ് പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയൊക്കെ ഇതിനെ പറയാൻ സാധിക്കും. സോ നമുക്കറിയാം ഈ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഒരു എഞ്ചിനിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ ഹീറ്റ് ജനറേറ്റ് ആവുന്നത് കുറയ്ക്കുന്നതിനും അതുപോലെ മെറ്റീരിയൽ ലോസ് കുറയ്ക്കുന്നതിനുമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. സോ അത് നവംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് റേസിംഗ് കാറുകളിലും അതുപോലെ തന്നെ ഇത് വെഹിക്കിൾ വർക്കിംഗ് അറ്റ് സ്റ്റീപ്പ് ആംഗിൾ, വളരെ കുത്തനെയുള്ള ആംഗിളുകളിൽ ഓടുന്ന വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം സിസ്റ്റമാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. സോ ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സ്കെച്ച് ഇവിടെ കാണാം. ഇത് ഈ രീതിയിൽ തന്നെ വരച്ച് പഠിക്കുക. ഇതൊരു ക്രാങ്ക് ഷാഫ്റ്റാണ്, ഇത് ക്യാം ഷാഫ്റ്റാണ്. പിസ്റ്റണോ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു പിസ്റ്റണൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിലും തടസ്സങ്ങളില്ല. അതുപോലെ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഭാഗം, ബി എന്ന് പറയുന്ന ഒരു ഭാഗം, സി എന്ന് പറയുന്ന ഒരു ഭാഗം, ഡി എന്ന് പറയുന്ന ഭാഗം, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോരോ കമ്പോണൻസ് ആണ്. സോ ഒരു സമ്പ് എന്ന് പറയുന്നത്, ഓയിൽ സമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നു. ഇതിൽ ഓയിൽ ഉണ്ടായിരിക്കും. ഓയിലിനെ നമ്മൾ വലിച്ചെടുത്ത് ഒരു ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുകയും അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ലൂബ്രിക്കേഷൻ ആവശ്യമായ ഓയിൽ ആ ടാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ സമ്പിൽ നിന്ന് ഓയിൽ കിട്ടാത്തൊരവസ്ഥ വന്നാലും സിസ്റ്റം കൊളാപ്സ് ആവാതെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ എഞ്ചിനെ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം കൊണ്ട് സാധിക്കും. സോ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഇൻ ദിസ് സിസ്റ്റം ദ ലൂബ്രിക്കേഷൻ ഓയിൽ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ദ ക്രാങ്ക് കേസ് സമ്പ് ബട്ട് ഇൻ എ സെപ്പറേറ്റ് റിസർവോയർ. എന്താണ് ഇവിടെ ഓയിൽ സ്റ്റോർ ചെയ്യുന്നത്? ക്രാങ്ക് കേസ് സമ്പിൽ മാത്രമല്ല, അതൊരു സെപ്പറേറ്റ് റിസർവോയറും കൂടെ ഉപയോഗിച്ച് നമ്മൾ ഓയിലിനെ സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ റേസിംഗ് കാർ എഞ്ചിൻസ് ആൻഡ് വെഹിക്കിൾ വർക്കിംഗ് അറ്റ് സ്റ്റീപ്പ് ആംഗിൾ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇത് ഉപയോഗിക്കുന്നത് റേസിംഗ് കാർ എഞ്ചിനുകളിലും അതുപോലെ തന്നെ വെഹിക്കിൾ വർക്കിംഗ് അറ്റ് സ്റ്റീപ്പ് ആംഗിളുമാണ്. അതുപോലെ തന്നെ വേറെ ഓർഡിനറി വെറ്റ് സമ്പ് സിസ്റ്റം മേ ഫെയിൽ. വെറ്റ് സമ്പ് സിസ്റ്റം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെറ്റ് സമ്പ് സിസ്റ്റം ഫെയിലിയർ ആവുന്ന സ്ഥലങ്ങളിലെല്ലാം, അത്തരം സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ലൂബ്രിക്കേഷൻ സിസ്റ്റങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് നമുക്കിതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇവിടെ സ്കാവഞ്ച് പമ്പ്, എ എന്ന് പറയുന്നത് ഒരു സ്കാവഞ്ച് പമ്പാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എ എന്ന് പറയുന്നത് ഒരു സ്കാവഞ്ച് പമ്പാണ്. എ എന്ന് പറയുന്നത് ഒരു സ്കാവഞ്ച് പമ്പ്. സോ എ എന്ന് പറയുന്ന പമ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള ഫ്യൂവലിനെ വലിച്ചെടുക്കാൻ സാധിക്കും, അല്ല ഓയിലിനെ വലിച്ചെടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ക്രാങ്ക് കേസ്. നമ്മൾ കണ്ടതാണ്, ഏറ്റവും താഴെ ഭാഗത്താണ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇറ്റ് പമ്പ്സ് ദ ഓയിൽ ഫ്രം ദ സമ്പ് ടു ആൻ എക്സ്റ്റേണൽ റിസർവോയർ ബി. അപ്പോൾ അടുത്തത് എന്താണ്? ഇതൊരു എക്സ്റ്റേണൽ റിസർവോയർ ആണ്. ബി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റിസർവോയർ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സ്കാവഞ്ചിങ് പമ്പ് ഓയിലിനെ വലിച്ചെടുത്ത് ബി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ റിസർവോയറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്ത ഫ്രം ദ റിസർവോയർ ദ ഓയിൽ പാസസ് ത്രൂ എ കൂളർ സി ആൻഡ് എ ഫിൽട്ടർ ഡി.
സി എന്ന് പറയുന്ന ഒരു കൂളറും ഡി എന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ എലമെൻറ്റുമാണ്. സി എന്ന് പറയുന്നത് കൂളറാണ്, ഡി എന്ന് പറയുന്നത് ഒരു ഫിൽറ്ററാണ്. സോ എ എന്ന് പറയുന്ന സ്കാവഞ്ചിങ് പമ്പ് ഓയിലിനെ വലിച്ചെടുത്ത് ബി എന്ന് പറയുന്ന ഈ ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുകയും അവിടെ നിന്ന് സി എന്ന് പറയുന്ന ഒരു കൂളറിലൂടെ ഡി എന്ന് പറയുന്ന ഫിൽറ്ററിലൂടെ അത് വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് സപ്ലൈ ആവുകയും ചെയ്യുന്നു. സോ ദ പ്രഷർ പമ്പ് സി, പ്രഷർ പമ്പ് ഇതിന് നമുക്ക് പ്രഷർ, ഇവിടെ സീനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രഷർ പമ്പ് എന്നിവിടെ പറയാം. ദെൻ സപ്ലൈഡ് ഓയിൽ അണ്ടർ പ്രഷർ 400 to 500 കിലോ പാസ്കൽ. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഡി എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഡി എന്ന് പറയുന്ന ഭാഗത്തിന് ഒരു കൂളറായിട്ട് പറഞ്ഞു, എ എന്ന് പറയുന്ന ഭാഗത്തിന് നമ്മളൊരു പമ്പായിട്ട് പറഞ്ഞു, സി എന്ന് പറയുന്നത് ഒരു കൂളറും അതുപോലെ തന്നെ ഒരു ഹൈ പ്രഷർ പമ്പ് കൂടിയാണ്. ഓക്കെ, ഒരു ഹൈ പ്രഷർ പമ്പ് കൂടിയാണ്. കാരണം നമുക്കറിയാലോ, കാരണം എന്താണ്, നമ്മൾ ഇവിടുന്ന് ഈ പമ്പ് ഉപയോഗിച്ച് ഓയിലിനെ ബിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ബിയിൽ നിന്നും നമുക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ആ ഒരു ഓയിലിനെ സപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഹൈ പ്രഷർ പമ്പ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത്, ഇവിടെ ഫ്രം ദ റിസർവോയർ ദ ഓയിൽ പാസസ് ത്രൂ എ കൂളർ എന്ന് പറയുന്നത് അല്ല ശരി. യഥാർത്ഥത്തിൽ സി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു ഹൈ പ്രഷർ പമ്പാണ്. ഒരു ഹൈ പ്രഷർ പമ്പിലൂടെ അത് ഫിൽറ്റർ വഴി വിവിധ സ്ഥലങ്ങളിലേക്ക് 400 to 500 കിലോ പാസ്കലിൽ എന്ത് ചെയ്യുന്നു, ദ ക്രാങ്ക് ഷാഫ്റ്റ്, മെയിൻ ബിയറിങ്സ്, ബിഗ് എൻഡ് ബിയറിങ്സ്, ക്യാം ഷാഫ്റ്റ് ബിയറിങ്സ് ആൻഡ് ടൈമിംഗ് ഗിയറുകളിലേക്കെല്ലാം സപ്ലൈ നടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് ഒരു കൂളർ പറഞ്ഞായിരുന്നു, അത് കൂളറല്ല, യഥാർത്ഥത്തിൽ പ്രഷർ പമ്പാണ്. പ്രഷർ പമ്പാണ് അവിടെ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ദ പ്രഷർ ഗേജ് ഷോസ് ദ ഓയിൽ പ്രഷർ വൈൽ ദ റിലീഫ് വാൽവ് പ്രിവെൻസ് എക്സസ് പ്രഷർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു പ്രഷർ ഗേജ് ഉണ്ട്, അതിനകത്ത് ആവശ്യമായ പ്രഷർ, അതായത് ഈ സിസ്റ്റത്തിലൂടെ പോകുന്ന ആ ഓയിലിൻ്റെ പ്രഷർ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, സി എന്ന് പറയുന്നത് ഈ കൂളറും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയണം, ഹൈ പ്രഷർ പമ്പ് എന്നുള്ള രീതിയിലും നമുക്ക് പറയണം. ഒരു കൂളറായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മളവിടെ ഒരു ഹൈ പ്രഷർ പമ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത എന്താണ്, ആഫ്റ്റർ ലൂബ്രിക്കേറ്റിംഗ് ദ ഓയിൽ ഡ്രെയിൻസ് ബാക്ക് ടു ദ സമ്പ് ആൻഡ് ഈസ് അഗെയിൻ കളക്റ്റഡ് ബൈ ദ സ്കാവഞ്ച് പമ്പ്. ലൂബ്രിക്കേഷൻ കഴിഞ്ഞാൽ ഓയിൽ എന്ത് ചെയ്യുന്നു, ബാക്ക് ടു ദ സമ്പ്, സമ്പിലേക്ക് തന്നെ എത്തുകയും അത് സമ്പിൽ കളക്ട് ചെയ്ത് സ്കാവഞ്ച് പമ്പ് വഴി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സപ്ലൈ നിലവിൽ നടത്തുകയും ചെയ്യുന്നു. സോ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്, സ്കാവഞ്ച് പമ്പ് വരുന്നുണ്ട്, സ്കാവഞ്ച് പമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ റിസർവോയർ, ഒരു എക്സ്റ്റേണൽ റിസർവോയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രഷർ പമ്പ് വരുന്നുണ്ട്, പ്രഷർ പമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നിലവിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളായി വരുന്നുണ്ട്. അതിനുശേഷം ഓരോ ബിയറിംഗ് ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ടൈമിംഗ് ഗിയറിലേക്കുമൊക്കെ ഓയിലിനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. സോ ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, വീണ്ടും തേർഡ് മൊഡ്യൂളിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആറാമതായി വരുന്ന ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ നേരത്തെ ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം നോക്കി. ഇത് മറ്റൊരു ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ. നവംബർ 2023 പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ഒരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രധാന പോയിന്റുകൾ എന്നുള്ളതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കണം. നമുക്കിവിടെ ഒരു ഡ്രോയിങ് കാണാൻ സാധിക്കും. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ താഴെ ഓയിൽ സമ്പ് കാണാം. അതുപോലെ തന്നെ ഓയിൽ സമ്പിൽ ഓയിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു എൻഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ക്രാങ്ക് പിൻ എന്ന് പറയുന്ന ഒരു ഭാഗവും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗവും നമുക്കിവിടെ കാണാം. സോ ഈ ഒരു ഭാഗം ഈ രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഈ കറക്കത്തിൽ ഈ ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഓയിലിൻ്റെ മുകളിലേക്ക് സ്പ്ലാഷ് ചെയ്യുന്നതിന് കാരണമാകും. സോ ഓയിലിനെ സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഇങ്ങനെ സ്പ്ലാഷ് ആവും.
സോ ഇതൊരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പേര് വരാൻ കാരണം